ഹായ് ഫ്രണ്ട്സ്, ലീഡിംഗ് ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകളായ JP മോർഗനും ഗോൾഡ്മാൻ സാച്ചും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ലോക്സഭാ ഇലക്ഷനെക്കുറിച്ച് നടത്തിയ പ്രവചനം വളരെ ശ്രദ്ധേയമാണ്. PM നരേന്ദ്രമോദി തേർഡ് ടേം അധികാരത്തിൽ വരികയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ ഒഴുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ പ്രവചനം. എന്നാൽ മറ്റൊരു ബ്രോക്കറേജ് ഫേമായ ബോൺസ്റ്റൈൻ പറയുന്നത് റിസൾട്ടിന് ശേഷം ഭരണ പ്രതിപക്ഷ കക്ഷികൾ നേടുന്ന സീറ്റുകളുടെ എണ്ണം അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കുമെന്നാണ്. കഴിഞ്ഞ വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ NDA നേട്ടം കൊയ്തപ്പോൾ മാർക്കറ്റിൽ ഒരു യുഫോറിയ ഉണ്ടായിരുന്നു. അതായത് 400-ലധികം സീറ്റുകൾ നേടി NDA വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു സ്പെക്കുലേഷൻ മൊത്തത്തിൽ മാർക്കറ്റിലുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രതീക്ഷക്കൊത്ത് 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വരാൻ NDAക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുമെന്നാണ് ഈ ഒരു ബ്രോക്കറേജ് ഹൗസിൻ്റെ പ്രവചനം. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ടുകൾ വരുന്നതിന് മുമ്പ് വരുന്ന പോസ്റ്റ് പോൾ അല്ലെങ്കിൽ പ്രീ പോൾ സർവേ ഫലങ്ങൾ അത് മാർക്കറ്റിൽ ചെറുതും വലുതുമായ വോളറ്റിലിറ്റികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഈ രണ്ട് വിലയിരുത്തലുകളിലും അല്ലെങ്കിൽ ഈ രണ്ട് ബ്രോക്കറേജ് ഫേമുകളുടെ ഈ ഒരു വിലയിരുത്തലുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആരധികാരത്തിൽ വന്നാലും സീറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, 400-ലധികം എന്നൊരു റിസൾട്ടിലൂടെ NDA അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഹ്യൂജ് റാലി മാർക്കറ്റിലുണ്ടാവും. എന്നാൽ 350-300 എന്ന ഫിഗറിലാണ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയാണ് കാണുക. ഇനി അഥവാ ഇത് രണ്ടും സംഭവിക്കാതെ ഒരു തൂക്ക് മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ ഹെവി സെല്ലിങ്ങിൽ മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആര് അധികാരത്തിൽ വരും എന്നുള്ളതല്ല, എത്ര സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും 350 മുതൽ 400-ലധികം സീറ്റുകൾ നേടി മൃഗീയ ഭൂരിപക്ഷം നേടിയാലേ ഒരു പോസ്റ്റ് എലക്ഷൻ റാലി നമുക്ക് പ്രതീക്ഷിക്കാനാവൂ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എലക്ഷൻ റിസൾട്ട് ഒരു ട്രിഗർ പോയിൻ്റായിട്ട് വരാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ചില സ്റ്റോക്കുകളിൽ അതുണ്ടാക്കുന്ന എഫക്റ്റ്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സെക്ടറുകളും അതിലുള്ള 20ഓളം സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സെക്ടർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ്. റോഡ്സ്, ബ്രിഡ്ജസ് ഉണ്ടാക്കുന്ന, അതേപോലെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതുപോലെ റിന്യൂവബിൾ എനർജിയുടെ പ്രൊജക്റ്റുകൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ഏരിയയാണ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളുടെ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് കമ്പനീസ് എന്ന് പറഞ്ഞുകൊണ്ട് 98ഓളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തായിട്ട് കാണാം. കഴിഞ്ഞ വർഷം ഈ 98 സ്റ്റോക്കുകളിൽ 18 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ നൽകിയത്. ബാക്കി 80-ലധികം സ്റ്റോക്കുകൾ ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. ഇവയിൽ തന്നെ കഴിഞ്ഞ വർഷം 100% അല്ലെങ്കിൽ അതിൽ കൂടുതലോ റിട്ടേൺ നൽകിയ 43 സ്റ്റോക്കുകളുണ്ടെന്ന് കാണാം. അതായത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണം നേരെ ഡബിളോ അതിൽ കൂടുതലോ ആയിട്ട് തിരിച്ചു നൽകിയ 43 സ്റ്റോക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവയിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് വാരി റിന്യൂവബിൾസ് ടെക്നോളജി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സോളാർ പാനൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉള്ള ഏകദേശം 12 ഗിഗാവാട്ടിൻ്റെ കപ്പാസിറ്റിയുള്ള മാനുഫാക്ചറിങ് കമ്പനിയാണ് വാരി റിന്യൂവബിൾസ്. അവർ കഴിഞ്ഞ ഒരു വർഷം നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 1300% കൂടുതലാണ്. അതായത് 10x മൾട്ടി ബാഗർ നൽകിയ സ്റ്റോക്കായിരുന്നു വാരി റിന്യൂവബിൾ. മറ്റൊരു സ്റ്റോക്ക് NBCC എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നവരത്ന കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഈ ഒരു കമ്പനി കൺസ്ട്രക്ഷൻ, അതുകൂടാതെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു PSU കമ്പനി കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 253% കൂടുതലാണ്. അടുത്ത സ്റ്റോക്ക് ഇർക്കോൺ ഇൻ്റർനാഷണലാണ്. എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ റെയിൽവേ, ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു PSU കമ്പനിയാണ്. ഇവരും 236% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്.
അടുത്ത സ്റ്റോക്ക് RVNL ആണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനിയാണ് RVNL. ഇത് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ ഉള്ള പ്രധാനപ്പെട്ട കോൺട്രാക്റ്റുകൾ ഒക്കെ RVNL-നാണ് ലഭിക്കുന്നത്. അപ്പോൾ 216% ഒരു 1 ഇയർ റിട്ടേൺ ആണ് ഈ സ്റ്റോക്കും നൽകിയിട്ടുള്ളത്. അടുത്തത് IRB ഇൻഫ്രാ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള പ്രത്യേകിച്ച് റോഡ് ഹൈവേ സെക്ടറിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ഈ കമ്പനിയും കഴിഞ്ഞ വർഷം 161% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. അടുത്തത് റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ഒരു പബ്ലിക് സെക്ടർ കമ്പനി പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് കൺസൾട്ടൻസി എഞ്ചിനീയറിംഗ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഈ ഒരു കമ്പനിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകിച്ച് റെയിൽവേയുടെ റോളിംഗ് സ്റ്റോക്ക് ഓവർസീസിൽ എക്സ്പോർട്ട് ചെയ്യുന്ന തായ്ലാൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ ഒഴിച്ചു നിർത്തിയാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ കമ്പനിയാണ് റൈറ്റ്സ് ലിമിറ്റഡ്. 91% ഒരു റിട്ടേണാണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയത്. അടുത്ത സ്റ്റോക്ക് ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് ആണ്. ഈ ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ്. ഇവർ ഇടപെടാത്ത സെക്ടറുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. IT മുതൽ റോഡ് ആൻഡ് ബ്രിഡ്ജസ് മുതൽ എല്ലാ വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഡിഫൻസ് മേഖലയിലുമൊക്കെ സാന്നിധ്യമുള്ള പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്. എന്നാൽ ഇവരുടെ റിട്ടേൺ അത്ര ആകർഷകമായിരുന്നില്ല. 61% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. അടുത്തത് എഞ്ചിനീയറിംഗ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ഒരു PSU കമ്പനിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വലിയൊരു ഹോൾഡിംഗ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി പ്രധാനമായും കൺസൾട്ടൻസി എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. 151% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് നൽകിയത്. അടുത്തത് ടെക്നോ ഇലക്ട്രിക് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവരും ഇതേപോലെ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് പവർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം 171% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. അടുത്തത് GMR എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും എയർപോർട്ട് ഡെവലപ്മെൻറ്റും അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. 84% റിട്ടേൺ കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 10 സ്റ്റോക്കുകൾ കൂടാതെ 100% മുതൽ 200% വരെ റിട്ടേൺ നൽകിയ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റിട്ടേൺ നൽകിയ വേറെയും സ്മോൾ ക്യാപ് കമ്പനികളുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകളും നമ്മൾ ഈ പോസ്റ്റ് സെലക്ഷൻ സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനീസാണ്. നമ്മൾ ഈ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനീസുകളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ 22ഓളം കമ്പനികൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം ഈ സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനി പോലും നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. എത്ര പെന്നി സ്റ്റോക്ക് ആയാൽ പോലും അതും പോസിറ്റീവ് റിട്ടേൺ മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഇവയിൽ കഴിഞ്ഞ വർഷം 100%-ഓ അതിൽ കൂടുതലോ റിട്ടേൺ നൽകിയ 14ലധികം സ്റ്റോക്കുകൾ കാണാം. അതായത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണം ഡബിളായോ അതിൽ കൂടുതലായോ തിരിച്ചു നൽകിയ 22-ൽ 14 സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സെക്ടറിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇവയിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് സ്റ്റോക്കാണ്. ഇതിൽ ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഷിപ്പ് റിപ്പയറിങ്ങും മറൈൻ എഞ്ചിനീയറിങ്ങും അതിൻ്റെ ട്രെയിനിങ്ങും സ്ട്രാറ്റജിക് അഡ്വാൻസ്മെൻറ്റ് സൊല്യൂഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 398% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് നൽകിയത്. അടുത്ത ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് HAL എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും എയർക്രാഫ്റ്റ് അതുപോലെ ഹെലികോപ്റ്ററുകളുടെ റിപ്പയറും മെയിൻ്റനൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് സെഗ്മെൻറ്റിലാണ് ഈ സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നത്. 168% റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഇവർ പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റും അതിൻ്റെ സിസ്റ്റവും പ്രധാനമായിട്ട് ഡിഫൻസ് സെക്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. സാധാരണ മാർക്കറ്റുകളിൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല. 130% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ളത്. അടുത്തത് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ബൾക്ക് കാട്രിഡ്ജ് എക്സ്പ്ലോസീവ്സും ഡിറ്റോണേറ്റേഴ്സും അതുപോലെയുള്ള യുദ്ധോപകരണങ്ങൾക്ക് ആവശ്യമായുള്ള എക്സ്പ്ലോസീവ്സൊക്കെ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. 124% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്.
ഇത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ഗൈഡഡ് മിസൈൽ അതുപോലെ അലൈഡ് ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ നിർമ്മിക്കുന്ന മിസൈൽ ടെക്നോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. 94% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അടുത്തത് ഡാറ്റ പാറ്റേൺസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും ഡിഫൻസ് സെക്ടറിലുള്ള ഇലക്ട്രോണിക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എയറോസ്പേസ് മേഖലയിലും ഡിഫൻസ് മേഖലയിലും ഇലക്ട്രോണിക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. 70% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അടുത്തത് BML ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് മിലിറ്ററിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള വെഹിക്കിൾസും ഒക്കെ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ്. ഇവർക്ക് റെയിൽവേ സെക്ടറിലും പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. മൊത്തത്തിൽ കഴിഞ്ഞ ഒരു വർഷം 194% ബമ്പർ റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അടുത്തത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ്, പ്രത്യേകിച്ച് ഇന്ത്യൻ നേവി അതുപോലെ കോസ്റ്റ് ഗാർഡിനൊക്കെ വാർഷിപ്പുകളൊക്കെ നിർമ്മിച്ച് നൽകുന്ന കമ്പനിയാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി. 110% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ളത്. അടുത്തത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. ഇവർ 802ഓളം ഷിപ്പുകളും 28ഓളം വാർഷിപ്പുകളും ഒക്കെ നിർമ്മിച്ച വലിയൊരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. അതുപോലെ സബ്മറൈൻസും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. 200% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അടുത്തത് സെൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ട്രെയിനിങ് സൊല്യൂഷൻസും അതുപോലെ ഡ്രോൺ സൊല്യൂഷൻസും ഒക്കെ ഡിഫൻസ് സെക്ടറിലും അതുപോലെ സെക്യൂരിറ്റി സുരക്ഷാ വിങ്ങുകൾക്കൊക്കെ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ്. 255% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഡിഫൻസ് എയറോസ്പേസ് മേഖലയിലുള്ള 10 സ്റ്റോക്കുകൾ കൂടാതെ 100% കൂടുതൽ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റിട്ടേൺ നൽകിയിട്ടുള്ള വേറെയും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുണ്ട്. അതും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പരാമർശിച്ച 20 സ്റ്റോക്കുകൾ ഇൻഫ്രാസ്ട്രക്ചറിലും ഡിഫൻസ് എയറോസ്പേസ് മേഖലകളിലുമുള്ള ഈ 20 സ്റ്റോക്കുകൾ പോസ്റ്റ് ഇലക്ഷൻ സിനാരിയോയിൽ നാം മോണിറ്റർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുമോ അല്ലെങ്കിൽ വലിയൊരു റാലിയാണോ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റ് സെക്ടറുകളും വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഇലക്ഷൻ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.